ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്നൊരു ഐഡിയ കിട്ടാത്ത സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് നിരത്തി മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ മനസ്സിലായവർ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ തന്നെ എന്ത് റെസിപ്പിയാണെന്ന്. മനസ്സിലാകാത്തവർക്കായിട്ട് പറയാം, നമ്മുടെ വാഴക്കുടപ്പൻ മുട്ട തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. വാഴക്കുടപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽത്തിയാണ്, ഫൈബർ റിച്ച് ആണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും വാഴക്കുടപ്പൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ചോളൂ. ഏറ്റവും നല്ലത്, വയറിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഫൈബർ കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയാം. അപ്പോൾ വാഴക്കുടപ്പനും വാഴപ്പിണ്ടിയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വാഴക്കുടപ്പൻ മുട്ടത്തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വാഴക്കുടപ്പൻ മുട്ടത്തോരന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളൊരു വാഴക്കുടപ്പൻ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, തേങ്ങ ചിരകിയത്, പിന്നെ വേണ്ടത് കുറച്ച് പൊടികളൊക്കെയാണ്. അത് നമുക്ക് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, ഈ വാഴക്കുടപ്പൻ എന്താണെന്ന് ചോദിച്ചിട്ട്. വാഴക്കുടപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴച്ചുണ്ടെന്ന് ചില സ്ഥലങ്ങളിൽ പറയും, നമ്മുടെ ഇവിടെയൊക്കെ വാഴക്കുടപ്പൻ എന്ന് പറയും. ഇതാണ് വാഴക്കുടപ്പൻ. അപ്പോൾ പല നാട്ടിലും പല പേരായിരിക്കും പറയുക. ഇവിടെ പറയുന്ന പേരാണ് വാഴക്കുടപ്പൻ എന്നുള്ളത്. ഇത് ഇതുപോലെ തന്നെ അല്ല കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് പൊളിച്ചെടുത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇതറിയാത്ത കുട്ടികൾക്കായിട്ട് മാത്രമാണ്. നമ്മൾ ഓരോ ലെയറും പൊളിച്ച് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഇൻസൈഡിലുള്ള ആ ഒരു ചെറിയ പോർഷൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഇതുപോലെ നമുക്ക് കൈ ഉപയോഗിച്ച് പൊളിച്ചെടുക്കാം. പുറമേയുള്ള ലെയറുകൾ കുറച്ചായി കഴിയുമ്പോൾ നമ്മൾ കത്തി ഉപയോഗിച്ച് പൊളിച്ചെടുക്കണം. ചില ആളുകൾ ഇത്രയും പൊളിക്കാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രം പൊളിച്ചെടുത്തിട്ട് കറി ഉണ്ടാക്കാറുണ്ട്. നമ്മൾ കൂടുതൽ പൊളിച്ച് മാറ്റും. ഇത്രയും പൊളിക്കാറില്ലെങ്കിൽ ഈ കറി മടുത്തു പോകും. കാരണം എന്ന് വെച്ചാൽ അതിന്റെ ടേസ്റ്റുള്ള ഭാഗം അതിന്റെ ഉൾഭാഗത്താണല്ലോ. ഇതൊക്കെ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചവയ്ക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ആ തോരൻ ചവയ്ക്കുമ്പോൾ എന്താ പറയണേ, ഒരു അത് ചവച്ച് ഇങ്ങനെ വായിൽ എന്റെ ഒരു പിസർ പോലെ വരുന്ന തുപ്പിക്കളേണ്ടി വിരിച്ചിരിക്കുന്നു. ഇതൊക്കെ കറി വെക്കണമെങ്കിൽ പണ്ട് മറ്റേ 12 മക്കളുള്ള അമ്മമാരൊക്കെ ആയിരിക്കുള്ളൂ ഇതുവരെ കറി വെക്കുന്നത്. കാരണം അവിടെ വട്ടം എത്തിക്കണ്ടേ. ഇതിപ്പോ വീട്ടിൽ 4 പേര് 5 പേരൊക്കെ ഇല്ല. അതിൻ്റെ ഉള്ളില് ആ ടേസ്റ്റുള്ള ഭാഗം എടുത്ത് കറി വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കുറച്ച് പോർഷനേ നമുക്കൊരു വാഴക്കുടപ്പനിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പൊളിക്കുമ്പോൾ കയ്യിൽ കറയാവുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിക്കോളൂ കേട്ടോ. ഞാനിതിപ്പോൾ പൊളിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് പൊളിച്ചെടുക്കുന്നതുകൊണ്ട് അധികം കറയാവുന്ന രീതിയിലല്ല പൊളിക്കുന്നത്. നമ്മൾ വല്ലാണ്ട് ശ്രദ്ധിക്കാതിരുന്നാൽ മാത്രമേ നമ്മുടെ കയ്യിൽ കറയാവുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയാണ് പൊളിച്ചെടുക്കുന്നത്. ഇത് കണ്ടോ, ഇത്രയും ഒരു പോർഷനേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. കുറേ ലെയറുകൾ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഈ വൈറ്റ് കളറായി വരുന്നത് വരെയാണ് നമ്മൾ പൊളിച്ചെടുക്കുക. വൈറ്റ് അല്ല, സോറി, ഒരു ഐവറി ഷെയ്ഡ് ആയി വരുന്നത് വരെയാണ് നമ്മൾ പൊളിച്ചെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏത്തവാഴയുടെ കുടപ്പൻ മാത്രമാണ് തോരൻ വെക്കാൻ എടുക്കാറ്, അല്ലെങ്കിൽ കറി ഉണ്ടാക്കാൻ എടുക്കാറ്, ബാക്കിയുള്ളത് കഴിക്കുന്ന. അതെനിക്ക് അറിയില്ല കേട്ടോ കൃത്യമായിട്ട്. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്, വീട്ടിലുണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ഏത്തവാഴയുടെ ആണോ ഏത് വാഴയുടെ ആണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അത് നിങ്ങൾ കടയിൽ പോയിട്ട് ചോദിക്കുക. ഇതുവരെ ഞാൻ കുടപ്പൻ വാങ്ങിച്ചിട്ട് കയ്പൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കയ്പുള്ള കുടപ്പൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിതൊന്ന് കഴുകി എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ വാഴക്കുടപ്പൻ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കറ വരും എന്ന് പേടിയുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് മുറിക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാ കണ്ടോ, ഒട്ടും കറയായിട്ടില്ല നമ്മൾ പൊളിച്ചെടുത്തിട്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പൊളിക്കുകയാണെങ്കിൽ കറയാവില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കയ്യിൽ എണ്ണ തടവാതെയാണ് മുറിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഈ പാത്രത്തിൽ, ഈ വാഴക്കുടപ്പൻ മുറിച്ചിടുന്ന പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കുക കേട്ടോ. അതിലേക്ക് വേണം നമ്മൾ വാഴക്കുടപ്പൻ മുറിച്ചിടാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ വാഴക്കുടപ്പൻ്റെ കളർ മാറിപ്പോവാതിരിക്കാനാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കട്ടെ. ഈ ശ്രദ്ധിച്ച് മുറിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശ്രദ്ധിക്കണേന്നും കൂടി പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ അത് മുറിക്കുമ്പോൾ കാണിച്ചു തരാം, പറഞ്ഞാൽ മതി. അത് ഞാൻ മുറിക്കുമ്പോൾ കാണിച്ചു തരാം. ശ്രദ്ധിച്ച് മുറിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന്. അത് നമ്മൾ വാഴക്കുടപ്പൻ പിടിക്കുന്ന രീതിയാണ് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലൊട്ടും തന്നെ കറയാവില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഈ പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ മതി കേട്ടോ നമുക്ക്. അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ട. ഇനി നമ്മൾ പിടിക്കുമ്പോൾ ഇതുപോലെ പിടിക്കുക. നമ്മുടെ കയ്യിൽ കറയാവാത്ത രീതിയിൽ ഇതുപോലെ പിടിക്കുക. ഈ ഭാഗത്ത് കറയുണ്ടാവും, അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് കയറ്റി പിടിക്കരുത്. ഇതുപോലെ പിടിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് മുറിക്കാം കേട്ടോ. ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് മുറിക്കുമ്പോൾ കൈ ഒട്ടും തന്നെ മുറിയുമില്ല. അതുപോലെ തന്നെ സേഫായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം.
ഇതാ ഇതുപോലെ ഇങ്ങനെ പതുക്കെ കൊത്തി അരിഞ്ഞെടുക്കുക. കൊത്തി അരിയാന്നാണ് പറയുക ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ തുമ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വിരലിലും കറയാവില്ല. ഇങ്ങനെയാണ് സേഫായിട്ട് മുറിക്കുക എന്ന് പറയുന്നത്. ഇത് നേരെ മുറിച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ സേഫായിട്ട് മുറിക്കണേ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് മുറിക്കുന്നത്. അതെ, പക്ഷെ എനിക്ക് സേഫായിട്ട് മുറിക്കാൻ പറ്റുന്നത് ഇതുപോലെയാണ് കേട്ടോ. ചോപ്പിംഗ് ബോർഡിൽ വെക്കുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ഈസി ഇതിങ്ങനെ കട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ കൊത്തി എടുത്തിട്ട് ചോപ്പിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്താലും മതി. അതൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് കട്ട് ചെയ്യുക. ഇതൊക്കെ വാഴക്കുടപ്പൻ കട്ട് ചെയ്യാൻ അറിയാത്ത കുട്ടികളെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അറിയാവുന്ന ആളുകൾ ഈ പോർഷനൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഞാൻ സേഫായിട്ട് മുറിക്കണ എങ്ങനെയെന്നും കൂടി കാണിച്ചു തരാം. അപ്പം ഇതൊക്കെ ഒരു സഹായവും ചോപ്പിംഗ് ബോർഡിൽ വെച്ച് മുറിക്കണ എങ്ങനെയാണെന്നുള്ളത് അറിയുകയും ചെയ്യാം. രണ്ടുപേരും രണ്ട് രീതിയിലാണ് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതിൻ്റെ അടിഭാഗം വരെ കട്ട് ചെയ്തെടുക്കും കേട്ടോ. ഇപ്പോഴും എന്താ കണ്ടോ കയ്യിൽ കറയാവുന്നില്ല ഒട്ടും തന്നെ. ഇനി സേഫായിട്ട് കട്ട് ചെയ്ത് കാണിക്കുക. എൻ്റെ കയ്യിൽ കറയൊക്കെയാവും, ഞാൻ വെളിച്ചെണ്ണയൊന്നും പറ്റുന്നില്ല. പക്ഷെ കയ്യിൽ കറയാവില്ല വെളിച്ചെണ്ണ തടവില്ലെങ്കിലും. അത് ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കറയാവാതെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെയാണ്. പറയാൻ പറ്റില്ല. ചോപ്പിംഗ് ബോർഡ് ആണെങ്കിൽ സ്പീഡിൽ ചെയ്യാം. കൈ പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലോവിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ശരിയാണ്. പക്ഷെ നമ്മൾ ചോപ്പിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തിട്ട് കുറച്ചാകുമ്പോൾ തന്നെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ കളർ മാറും. ഇതുപോലെ നമുക്ക് വാഴക്കുടപ്പൻ കട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇനി വാഴക്കുടപ്പൻ മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ വാഴക്കുടപ്പൻ പകുതിയിലേറെ മുറിച്ച് കഴിഞ്ഞു. ഒരു 1/4 ഭാഗത്തോളം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പൂക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ എന്താ പറയുക തേനെടുക്കുന്ന പൂക്കൾ തന്നെയല്ലേ, പൂക്കൾ തന്നെയാണ് കേട്ടോ. നമ്മൾ ആ വാഴക്കുടപ്പൻ്റെ ഉള്ളിലുള്ള പൂവിൽ നിന്നാണ് തേനൊക്കെ വലിച്ച് കുടിക്കുക. അത് പണ്ടൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. പണ്ടല്ല, അത് കഴിച്ചിട്ടുള്ള ആളുകൾക്ക് ഞാനും കുടിച്ചിട്ടുണ്ട്. അത് ഒരു വാഴയൊക്കെ നിൽക്കുന്ന വീടുകളിലൊക്കെ താമസിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അറിയണം എന്നില്ല. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാക്സിമം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ അടിഭാഗം ഏറ്റവും അടിഭാഗം വരെ കട്ട് ചെയ്യരുതെന്ന് മാത്രം. അതെ. അപ്പോൾ ഞാനിതൊന്ന് ബൗളിലേക്ക് മാറ്റട്ടെ, ഇല്ലെങ്കിൽ കളർ മാറി വരും. ഇതിനകത്താണ് തേനുണ്ടാവണം. ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം. ഇത് ഇങ്ങനെ വാഴ ഇങ്ങനെ കൊലച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ ഇതിങ്ങനെ പൊളിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തേനുണ്ടാവും. ഇതിങ്ങനെ ബോൾ പോലെ ഇങ്ങനെ ഇരിക്കും. അത് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ്, നല്ല മധുരം ഇരിക്കും. അപ്പോൾ അത് കഴിക്കാത്ത ആളുകൾ എപ്പോഴെങ്കിലും ഇതുപോലൊരു വാഴ കൊലച്ച് നിൽക്കാൻ നേരത്ത് ഇതുപോലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിച്ചു നോക്ക്. അപ്പം ആ തേനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. അത് കഴിച്ച ആൾക്കാർക്ക് അറിയുള്ളൂ. നമ്മുടെ വാഴക്കുടപ്പൻ മുറിച്ച് തീരാറായി. മുറിച്ച് തീരുമ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് ഒന്ന് കാണിച്ചു കൊടുത്ത് ഇതുപോലെ ഇരിക്കും കേട്ടോ. നടുഭാഗമൊക്കെ ഇതുപോലെ കട്ടിയായി വരും. അപ്പോൾ നമ്മൾ ഒരു 2 പ്രാവശ്യം കൂടി ഇനി കട്ട് ചെയ്തെടുക്കുള്ളൂ. അധികം കട്ട് ചെയ്യുന്നില്ല. അധികം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ഹാർഡ്നെസ് വരും. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള വീഡിയോകൾ ഇതുപോലെ നമുക്കറിയാവുന്ന കാര്യങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ കുക്കിംഗ് മാത്രമായിട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും മതി, ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പോർഷൻ വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അരപ്പ് റെഡിയാക്കാനായിട്ട്. ഇതിലേക്കൊരു 2 പിഞ്ച് ജീരകം ചേർക്കുക. സാധാരണ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നതിനേക്കാൾ ജീരകം കുറച്ച് മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മുട്ട ചേർക്കുന്നതുകൊണ്ടാണ് ജീരകം കുറച്ച് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കില്ല കേട്ടോ. പച്ചമുളകാണ് ചേർക്കുന്നത് എരിവിനായിട്ട്. നിങ്ങളുടെ
ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവിനായിട്ട്. നിങ്ങൾക്ക് എത്ര പച്ചമുളക് വേണമെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം. ഇതിലേക്ക് ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് 2-3 ഇതൾ കറിവേപ്പില. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ. ഇതൊരു 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1.25 കപ്പ് വരെ തേങ്ങ ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമ്മുടെ തോരൻ്റെ പാകത്തിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളിതാ നമ്മുടെ തോരൻ്റെ പാകത്തിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. നമുക്ക് വാഴക്കുടപ്പൻ മുറിച്ചിട്ട് ഉടനെ തന്നെ തോരൻ ഉണ്ടാക്കാം കേട്ടോ. വാഴക്കുടപ്പൻ മുറിച്ചിട്ട് കുറേ സമയം വെക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ആ കറിയുടെ ചവർപ്പൊന്നും ഉണ്ടാവില്ല നമ്മുടെ തോരന്. അപ്പോൾ ഞാൻ ഇനി ഒരു പാൻ ചൂടാക്കി എടുക്കട്ടെ. വെളിച്ചെണ്ണ തടവാതെ അത് കുറേ നേരം ഇരുന്ന് അത് കറുത്ത് വേറെ കളറായി പോകും. കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത പോലെ ഒരു കറുത്ത കളറിലേക്ക് ചവർപ്പ് ടേസ്റ്റും വരും, കളറും വേറെ ആയി പോകും. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഴക്കുടപ്പനിൽ വെളിച്ചെണ്ണ തടവി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് വളരെ കുറച്ച് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കടുക് മതി. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറാവുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർക്കാം. നിങ്ങൾക്ക് സവോള ചേർക്കണം എന്നുണ്ടെങ്കിൽ സവോള ചേർക്കാം കേട്ടോ. കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു സവോളയും കൂടി മുറിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇത് അത്യാവശ്യം ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും, അതുകൊണ്ട് സവോളയൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വാഴക്കുടപ്പിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചതിന് ശേഷമായിരിക്കും കേട്ടോ മുട്ട ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും മുട്ട ചേർത്ത തോരൻ വേണ്ട, അതുകൊണ്ട് അവർക്ക് 2 പേർക്കുള്ളത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള തോരനിലാണ് ഞാൻ മുട്ട ചേർക്കുള്ളൂ. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ വാഴക്കുടപ്പൻ അടച്ചു വെച്ചിട്ടൊരു 4 മിനിറ്റ് ആയി. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാൻ പോവാണ്. 1-2 പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. വെള്ളം ചേർത്ത് കുക്ക് ചെയ്യരുത് കേട്ടോ. ഈ ആവിയിൽ തന്നെ കുക്കായി വരണം. നമ്മുടെ അരപ്പിനും വാഴക്കുടപ്പനും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ വാഴക്കുടപ്പനും ചെറുപയറും ചേർത്തിട്ടുള്ള തോരനൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റേറിയൻസിനാണെങ്കിൽ ചെറുപയർ ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ വാഴക്കുടപ്പൻ മാത്രമായിട്ട് തോരൻ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ അത് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് കുക്കായി വരണം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. മിക്സിയുടെ ഉള്ളിൽ ഉരച്ചിൽ വരാതിരിക്കാൻ വേണ്ടി ഒരു വുഡൻ സ്പൂൺ കൊണ്ട് എല്ലാം എടുക്കുകയാണ് കൂടുതൽ നല്ലത്. അതിപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് ഈ തേങ്ങയും വാഴക്കുടപ്പനും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കണം. ആ ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണമല്ലോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ബർണറിൽ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്, വലിയ ബർണറിലല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഡ്രൈ ആയി പോവില്ല നമ്മുടെ തോരനൊന്നും. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് തേങ്ങയുമായിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. വീണ്ടും ഒരുമിച്ചാക്കി വെച്ചിട്ട് ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ട് ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ തോരനിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്, തേങ്ങയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റാൻ പോവാണ്. നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയ്ക്കുള്ള തോരനെടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ ഇതിലേക്ക് മുട്ട ചേർക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവൊക്കെ ചെക്ക് ചെയ്യുക. എരിവ് കുറവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1-2 പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എരിവ് കറക്റ്റ് ആയിക്കോളും. എരിവ് ഇപ്പോൾ ആവശ്യത്തിന് ഉണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഈ തോരൻ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് മുട്ട ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുട്ട വാങ്ങിച്ചു വെച്ചിട്ട് 2 ദിവസമായി. അപ്പോൾ നല്ല മുട്ടയാണോ മോശം മുട്ടയാണോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇതുപോലെ ചേർക്കുന്നത്. ഇടയ്ക്ക് മോശം മുട്ട വരാറുണ്ട്. ഇടയ്ക്ക് അപ്പോൾ നമുക്ക് പണി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഈ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത റെസിപ്പി വേസ്റ്റ് ആയി പോവും. അതുകൊണ്ട് രണ്ടും നല്ല മുട്ടയായിരുന്നു. ഇങ്ങനെ നമ്മളൊരു ബൗളിൽ സെപ്പറേറ്റ് പൊട്ടിച്ചിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ഒഴിക്കുമ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്, ഇപ്പോഴാണ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയത്. ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് 2 or 3 മുട്ട വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 മുട്ട ചേർത്തുന്നേ ഉള്ളൂ. മുട്ടയുടെ എണ്ണമൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തുമ്മുന്നത് ഞാനല്ല കേട്ടോ, കിച്ചൂസിൻ്റെ ഫോണാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുമ്മൽ വരുന്നതാണോ എന്ന് വിചാരിക്കണ്ട. അപ്പോൾ ഇതാ ഞാൻ മുട്ട മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയുടെ പീസുകൾ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ചെറുതാക്കി കൊടുക്കാം. പക്ഷേ ഇതുപോലെ കിടക്കുമ്പോഴാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുക. ഒരുപാട് അങ്ങോട്ട് ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മുട്ട ചേർത്തിട്ടുള്ള വാഴക്കുടപ്പൻ തോരൻ ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി അധികം ഡ്രൈ ആക്കി എടുക്കണ്ട. നമ്മുടെ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇത് വെറുതെ കഴിക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ സ്പൂണിൽ കോരി കഴിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും തന്നെ കഴിക്കണം എന്നൊന്നുമില്ല, വെറുതെ സ്പൂണിൽ കോരി കഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോകൾ, ഇതുപോലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന വീഡിയോകളൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇപ്പോൾ തന്നെ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.